നമസ്കാരം. ഞാൻ ബിജുകുമാർ, ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യാഴമാറ്റ കാലഘട്ടം, ഈ മെയ് മാസത്തിലെ വ്യാഴമാറ്റം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയ കാലഘട്ടമാണ്. അബദ്ധങ്ങൾ കൂടുതൽ പറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കേസ് വഴക്കുകളൊന്നും ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബുദ്ധിക്ക് ചാഞ്ചാട്ടമുണ്ടാകാം. നമ്മൾ വിജയകരമാകുമെന്ന് പൂർണ്ണമായും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ചിലപ്പോൾ തടസ്സങ്ങളായി വന്നേക്കാം. അതിബുദ്ധി ആപത്താണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലും അവരുടെ ജീവിത കാര്യങ്ങളിലൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്, തൊഴിൽ എന്നീ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ അധപ്പതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക. നമുക്ക് ഈ വ്യാഴ മാറ്റം 4ാം ഭാവത്തിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ തർക്ക വിഷയങ്ങളുണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വർഷകാലഘട്ടം നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എതിർപ്പുകൾ നമ്മളെ മാനസികമായി തളർത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധനവ്യയം കൂടുതലായിട്ടുണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിയുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസത്തിന് കൊടുക്കുക. ശനിയാഴ്ച ദിവസം നീരാഞ്ജനത്തിന് കൊടുക്കുക. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സമയ കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ പേടിക്കേണ്ടതില്ല. വ്യാഴം 4ാം ഭാവത്തിലാണെങ്കിൽ ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. നമുക്ക് അമിതമായിട്ടുള്ള, അതായത് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല, അമിതമായിട്ടുള്ള അഹങ്കാരങ്ങളോ പ്രതികരണങ്ങളോ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമോ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊക്കെയുള്ള ഒരു തലത്തിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി. ബാക്കി നമുക്ക് ഈ ഒരു സമയ കാലഘട്ടം ഈശ്വരാധീനത്തോടു കൂടി കടന്നു പോകാൻ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനും സാധിക്കും.